ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ പ്രഭാഷകനിൽ നിന്നുള്ള രണ്ടാമത്തെ വീഡിയോയാണ്. പ്രഭാഷകൻ 42-ാം അധ്യായം. ന്യായാധിപന്മാരുടെ മുഴുവൻ വീഡിയോയും ചെയ്തു കഴിഞ്ഞു. ഇതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുകയാണ്. 100 മോക്ക് ടെസ്റ്റുകളാണ് ആകെ നടത്തപ്പെടുന്നത്. ഏതാനും മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് ലഭിക്കുന്നതിനും തുടർന്ന് വരുന്ന മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നതിനും 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും പരീക്ഷ എഴുതുന്ന ആളുടെ പേരും ഫോൺ നമ്പരും വാട്സപ്പിൽ അയച്ചു തരേണ്ടതാണ്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അതേ ചോദ്യോത്തരങ്ങൾ ഒരു പുസ്തകമാക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രിന്റിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ തന്നെ അത് അയച്ചു തരാനായിട്ട് സാധിക്കും. കുറച്ചധികം ആളുകൾ പുസ്തകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അയച്ചു തരുന്നതിന് വേണ്ട ക്രമീകരണം ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ 42-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 25 വാക്യങ്ങൾ. ചോദ്യം 2, പ്രഭാഷകൻ 42-ാം അധ്യായം ആരംഭിക്കുന്നത് എന്ത് നിർദ്ദേശത്തോടെയാണ്? താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. ചോദ്യം 3, പ്രഭാഷകൻ 42-ാം അധ്യായത്തിൽ 2 മുതൽ 5 വരെ വാക്യങ്ങളിൽ എത്ര കാര്യങ്ങളിലാണ് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? അവ ഏതെല്ലാം? 9 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 1, അത്യുന്നതന്റെ നിയമം. 2, അവിടുത്തെ ഉടമ്പടി. 3, അപരാധനെ കുറ്റം വിധിക്കുക. 4, പങ്കാളിയും സഹയാത്രികനുമായി കണക്കു തീർക്കുക. 5, സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക. 6, കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക. 7, കച്ചവടത്തിൽ ലാഭം നേടുക. 8, കുട്ടികൾക്ക് നല്ല ഭക്ഷണം നൽകുക. 9, ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ചോദ്യം 4, അത്യുന്നതന്റെ എന്തിന്റെ എല്ലാം പേരിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? നിയമം, ഉടമ്പടി. 5, ആരെ കുറ്റം വിധിക്കുന്നതിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അപരാധനെ. 6, അപരാധനെ എന്തു ചെയ്യുന്നതിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കുറ്റം വിധിക്കുന്നതിൽ. 7, ആരെല്ലാമായി കണക്കു തീർക്കുന്നതിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? പങ്കാളിയുമായും സഹയാത്രികനുമായും. 8, പങ്കാളിയുമായും സഹയാത്രികനുമായും എന്തു ചെയ്യുന്നതിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? കണക്കു തീർക്കുന്നതിൽ. 9, ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സ്നേഹിതരുടെ. 10, സ്നേഹിതരുടെ എന്ത് വിഭജിക്കുന്നതിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? പിതൃസ്വത്ത് വിഭജിക്കുന്നതിൽ. 11, അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കേണ്ടത് എങ്ങനെ? കൂടുതലോ കുറവോ വരാതെ. 12, കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും എന്താണ് കാണിക്കേണ്ടത്? സൂക്ഷ്മത. 13, കച്ചവടത്തിൽ എന്തു നേടുന്നതിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ലാഭം നേടുന്നതിൽ. 14, ആർക്ക് നല്ല ശിക്ഷണം നൽകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കുട്ടികൾക്ക്. 15, കുട്ടികൾക്ക് എന്ത് നൽകുന്നതിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? നല്ല ശിക്ഷണം. 16, ആർക്കാണ് തക്ക ശിക്ഷ കൊടുക്കുക എന്ന് പ്രഭാഷകൻ പറയുന്നത്? ദുഷ്ടനായ ദാസന്. 17, ദുഷ്ടനായ ദാസന് എന്ത് നൽകുന്നതിൽ നീ ലജ്ജിക്കുകയോ
മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. തക്ക ശിക്ഷ. 18 കച്ചവടത്തിൽ ലാഭം നേടുക, കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക, ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. തുടർന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എന്ത്? ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. 19 പ്രഭാഷകൻ 42:6 നന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏവ? അവിശ്വസ്തയായ ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നത്, അനേകർ ഉള്ളെടുത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നത്. 20 ആരെ നിലയ്ക്ക് നിർത്തുന്നത് നന്ന് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അവിശ്വസ്തയായ ഭാര്യയെ. 21 എവിടെ സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നത് നന്ന് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? അനേകർ ഉള്ളെടുത്ത്. 22 എല്ലാ ഇടപാടുകളിലും എന്താണ് വയ്ക്കേണ്ടത്? കണക്ക് വയ്ക്കുക. 23 ക്രയവിക്രയങ്ങളിൽ സൂക്ഷിക്കേണ്ടത് എന്ത്? രേഖ. 24 എന്തിൽ രേഖ സൂക്ഷിക്കണം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ക്രയവിക്രയങ്ങളിൽ. 25 പ്രഭാഷകൻ 42:8 ആരെയെല്ലാം ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരനുമായി ശണ്ഠ കൂടുന്ന വൃദ്ധനെയോ. 26 ചെറുപ്പക്കാരുമായി എന്തു ചെയ്യുന്ന വൃദ്ധനെ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശണ്ഠ കൂടുന്ന. 27 നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നത് എപ്പോൾ? അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരനുമായി ശണ്ഠ കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കാതിരിക്കുമ്പോൾ. 28 അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരനുമായി ശണ്ഠ കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട, അപ്പോൾ നീ ആരാണെന്ന് വ്യക്തമാകും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അറിവുള്ളവനാണെന്ന്. 29 പ്രഭാഷകൻ അധ്യായം 42 ഒന്നാമത്തെ തലക്കെട്ട് മകളെക്കുറിച്ച് ആകുലത. 30 സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവൻ ആക്കുന്നതാര്? മകൾ. 31 മകൾ സ്വയം അറിയാതെ തന്നെ ആരെയാണ് ജാഗരൂകതയുള്ളവനാക്കുന്നത്? പിതാവിനെ. 32 പിതാവിന്റെ നിദ്ര അപഹരിച്ചു കളയുന്നത് എന്ത്? മകളെക്കുറിച്ചുള്ള വിചാരം. 33 മകളെക്കുറിച്ചുള്ള വിചാരം പിതാവിന്റെ എന്താണ് അപഹരിച്ചു കളയുന്നത്? നിദ്ര. 34 പിതാവ് ആകുലനാകുന്നത് എന്തെല്ലാം ഓർത്താണ്? യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിനു ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത്. 35 യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിനു ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നത് ആര്? പിതാവ്. 36 പിതാവ് എന്തെല്ലാം ഓർത്താണ് ഭയപ്പെടുന്നത്? കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വച്ച് ഗർഭിണിയും ആകുമോ എന്ന്. 37 എപ്പോൾ അവൾ കളങ്കിതയാകുമോ എന്നോർത്താണ് പിതാവ് ഭയപ്പെടുന്നത്? കന്യകയായിരിക്കുമ്പോൾ. 38 എവിടെ വച്ച് അവൾ ഗർഭിണിയാകുമോ എന്നോർത്താണ് പിതാവ് ഭയപ്പെടുന്നത്? പിതൃഭവനത്തിൽ വച്ച്. 39 മകളുടെ എന്ത് ഓർത്താണ് പിതാവ് ശങ്കിക്കുന്നത്? ഭർതൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്ന്. 40 മകൾ ഭർതൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്ന് ശങ്കിക്കുന്നതാര്? പിതാവ്. 41 ആരെ കർശനമായി സൂക്ഷിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ദുശാഠ്യക്കാരിയായ പുത്രിയെ. 42 ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ നിന്നെ ആരുടെ മുമ്പിൽ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ആക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശത്രുക്കളുടെ. 43 ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ നിന്നെ പരിഹാസപാത്രമാക്കുന്നത് ആരുടെ മുമ്പിൽ? ശത്രുക്കളുടെ. 44 ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ എവിടെയാണ് നിന്നെ സംസാര വിഷയമാക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? നഗരത്തിൽ. 45 ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ആക്കുന്നതോടൊപ്പം ചെയ്യുന്നത് എന്താണ്? ജനമധ്യേ അപമാനിതനുമാക്കും. 46
ദുസ്സാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ ആരുടെ മുമ്പിലാണ് നിനക്ക് ലജ്ജിക്കേണ്ടി വരുന്നത്? സമൂഹത്തിന്റെ. 47 ആരുടെ ആകാര ഭംഗി നോക്കി ഇരിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ആരുടെയും. 48 ആരുടെ ഇടയിൽ ഇരിക്കുകയും അരുത് എന്നാണ് പ്രഭാഷകൻ വീണ്ടും പറയുന്നത്? സ്ത്രീകളുടെ. 49 സ്ത്രീയിൽ നിന്നും ദുഷ്ടത വരുന്നത് എങ്ങനെയെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? വസ്ത്രത്തിൽ നിന്നും കീടങ്ങൾ എന്ന പോലെ. 50 വസ്ത്രത്തിൽ നിന്നും കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്നും വരുന്നതെന്ത്? ദുഷ്ടത. 51 വസ്ത്രത്തിൽ നിന്നും കീടങ്ങൾ എന്ന പോലെ ആരിൽ നിന്നാണ് ദുഷ്ടത വരുന്നത്? സ്ത്രീയിൽ നിന്ന്. 52 സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദം എന്ത്? പുരുഷന്റെ ദുഷ്ടത. 53 പുരുഷന്റെ ദുഷ്ടത എന്തിനേക്കാൾ ഭേദമാണ്? സ്ത്രീയുടെ നന്മയേക്കാൾ. 54 സ്ത്രീ എന്തെല്ലാം വരുത്തുന്നു എന്നാണ് പ്രഭാഷകൻ 42:14 പറഞ്ഞിരിക്കുന്നത്? ലജ്ജയും അപമാനവും. 55 പ്രഭാഷകൻ അധ്യായം 42 രണ്ടാമത്തെ തലക്കെട്ട് പ്രപഞ്ചത്തിൽ ദൈവമഹത്വം. 56 ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. ഇവിടെ ആവർത്തിച്ചു പറയുന്ന ഞാൻ ആരാണ്? പ്രഭാഷകൻ. 57 ഞാനിപ്പോൾ ആരുടെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കർത്താവിന്റെ. 58 ഞാനിപ്പോൾ കർത്താവിന്റെ എന്തിനെ അനുസ്മരിക്കും എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? പ്രവൃത്തികളെ. 59 എന്ത് താൻ പ്രഘോഷിക്കും എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഞാൻ കണ്ടത്. 60 കർത്താവിന്റെ പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നത് എങ്ങനെ? വചനം വഴി. 61 കർത്താവിന്റെ എന്താണ് വചനം വഴി നിർവഹിക്കപ്പെടുന്നത്? പ്രവൃത്തികൾ. 62 തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് ആര്? സൂര്യൻ. 63 സൂര്യൻ എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് എങ്ങനെ? തന്റെ കിരണങ്ങൾ കൊണ്ട്. 64 എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത്? കർത്താവിന്റെ മഹത്വം. 65 കർത്താവിന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നത് എവിടെ? എല്ലാ സൃഷ്ടികളിലും. 66 അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയം ആയതെന്ത്? കർത്താവിന്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ. 67 കർത്താവിന്റെ എങ്ങനെയുള്ള പ്രവൃത്തികളാണ് അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായത്? വിസ്മയനീയമായ. 68 കർത്താവിന്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ ആർക്കാണ് അവർണ്ണനീയമായത്? അവിടുത്തെ വിശുദ്ധർക്ക് പോലും. 69 കർത്താവിന്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും എന്താണ് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? അവർണ്ണനീയമാണ്. 70 പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ എന്തു ചെയ്യാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ? നിലകൊള്ളാൻ വേണ്ടി. 71 അവിടുന്ന് കർത്താവ് എന്തിനെയെല്ലാം പരിശോധിച്ചാണ് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നത്? ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും. 72 ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നതാര്? അവിടുന്ന്, അതായത് കർത്താവ്. 73 അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നതെന്ത്? അവയുടെ നിഗൂഢതകൾ. 74 അവിടുന്ന് കർത്താവ് അറിയുന്നത് എന്തെല്ലാം? അറിയേണ്ടതെല്ലാം. 75 അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നത് എന്ത്? കാലത്തിന്റെ സൂചനകൾ. 76 കാലത്തിന്റെ സൂചനകൾ അവിടുന്ന് എന്തു ചെയ്യുന്നു? നിരീക്ഷിക്കുകയും ചെയ്യുന്നു. 77 അവിടുന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നത് എന്തെല്ലാം? ഭൂതവും ഭാവിയും. 78 ഭൂതവും ഭാവിയും പ്രഖ്യാപിക്കുന്നത് ആര്? അവിടുന്ന്, അതായത് കർത്താവ്. 79 അവിടുന്ന് വെളിപ്പെടുത്തുന്നത് എന്ത്? നിഗൂഢ രഹസ്യങ്ങൾ. 80 നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് എന്തു ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. 81 അവിടത്തേക്ക് അജ്ഞാതമല്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത്? ഒരു ചിന്തയും. 82 ഒരു ചിന്തയും അവിടത്തേക്ക് എന്തല്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അജ്ഞാതമല്ല. 83 കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ലാത്തത് എന്ത്? ഒരു വാക്കും.
84 ഒരു വാക്കും ആർക്കാണ് മറഞ്ഞിരിക്കുന്നില്ലാത്തത്? കർത്താവിന്. 85 ഒരു വാക്കും കർത്താവിന് എന്തു ചെയ്യുന്നില്ല? മറഞ്ഞിരിക്കുന്നില്ല. 86 അവിടുത്തെ എന്തിൻ്റെ മഹിമകളാണ് അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നത്? ജ്ഞാനത്തിൻ്റെ. 87 അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് എന്തു ചെയ്തിരിക്കുന്നു? ക്രമീകരിച്ചിരിക്കുന്നു. 88 അവിടുത്തെ ജ്ഞാനത്തിൻ്റെ എന്താണ് അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നത്? മഹിമകൾ. 89 അവിടുന്ന് ഡാഷ് മുതൽ ഡാഷ് വരെ സ്ഥിതി ചെയ്യുന്നു. പ്രഭാഷകൻ 42:21 പ്രകാരം പൂരിപ്പിക്കുക. അനാദി മുതൽ അനന്തത വരെ. 90 എന്താണ് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഒന്നും. 91 ഒന്നും എന്തു ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. 92 അവിടുത്തേക്ക് ആവശ്യമില്ലാത്തതാരെ? ഉപദേശകരെ. 93 എന്താണ് എത്ര അഭികാമ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ പ്രവൃത്തികൾ. 94 അവിടുത്തെ പ്രവൃത്തികൾ എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എത്ര അഭികാമ്യം. 95 അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്? ഏവ അവിടുത്തെ പ്രവൃത്തികൾ. 96 അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തെല്ലാം? അവിടുത്തെ പ്രവൃത്തികൾ. 97 അവിടുത്തെ പ്രവൃത്തികൾ എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും എന്തിനോട് വിശ്വസ്തത പുലർത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്വധർമ്മത്തോട്. 98 അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് എന്തു പുലർത്തുന്നു? വിശ്വസ്തത. 99 എല്ലാ വസ്തുക്കളും എന്തെല്ലാമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു? ജോഡികളായി, ദ്വന്ദ്വങ്ങളായി. 100 ജോഡികളായി, ദ്വന്ദ്വങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ത്? എല്ലാ വസ്തുക്കളും. 101 എല്ലാ വസ്തുക്കളും ജോഡികളായി, ദ്വന്ദ്വങ്ങളായി എന്തു ചെയ്യപ്പെട്ടിരിക്കുന്നു? സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 102 എല്ലാ വസ്തുക്കളും ജോഡികളായി, ദ്വന്ദ്വങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും ഡാഷ് അല്ല. പ്രഭാഷകൻ 42:24 പ്രകാരം പൂരിപ്പിക്കുക. അപൂർണമല്ല. 103 ഒന്ന് എന്തിന് പൂരകമാണ് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? മറ്റൊന്നിന്. 104 അവിടുത്തെ എന്തു ദർശിച്ച് ആർക്കെങ്കിലും മതിവരുമോ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? മഹത്വം. 105 അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്ക് മതിവരുമോ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ആർക്കെങ്കിലും. 106 അവിടുത്തെ മഹത്വം എന്തു ചെയ്ത് ആർക്കെങ്കിലും മതിവരുമോ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ദർശിച്ച്. ഇങ്ങനെ 106 ചോദ്യങ്ങളാണ് പ്രഭാഷകൻ 42-ാം അധ്യായത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. പുസ്തകത്തിന്റെ കാര്യം ആദ്യ ഭാഗത്തു തന്നെ പറഞ്ഞു. പുസ്തകം ആവശ്യപ്പെട്ടിട്ടുള്ളവരും ഈ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ പേയ്മെന്റ് അടയ്ക്കുക. 200 രൂപയാണ് പുസ്തകത്തിന്റെ വില. 50 രൂപ കേരളത്തിനുള്ളിൽ പോസ്റ്റൽ ചാർജ് ആകും. അങ്ങനെ 250 രൂപയാണ് അയക്കേണ്ടത്. കേരളത്തിന് പുറത്തുള്ളവർ 100 രൂപ പോസ്റ്റൽ ചാർജ് അയക്കേണ്ടതാണ്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക. 100 മോക്ക് ടെസ്റ്റിൽ 10ഓളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നടത്തി കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. തുടർന്ന് വരുന്ന മോക്ക് ടെസ്റ്റിൽ ആഴ്ചയിൽ 3 മോക്ക് ടെസ്റ്റ് എന്ന ക്രമത്തിന് ഇപ്പോൾ നടത്തി വരികയാണ്. പരീക്ഷ അടുത്തു വരുമ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു മോക്ക് ടെസ്റ്റ് എന്ന ക്രമത്തിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. വളരെ തീക്ഷ്ണമായി നമുക്ക് ബൈബിൾ പഠനത്തിൽ പങ്കെടുക്കാം. പരമാവധി ആളുകൾക്ക് ബൈബിൾ പഠിക്കാനുള്ള ഒരു പ്രചോദനം നൽകുക. പുസ്തകം ആവശ്യമുള്ളവർ നിങ്ങളുടെ ഇടവകയിലുള്ള നിങ്ങൾക്ക് പരിചയമുള്ള ലോഗോസ് പഠിക്കുന്ന, ബൈബിൾ പഠിക്കുന്ന ആളുകളുമായി കോണ്ടാക്ട് ചെയ്ത് ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങൾ ഒന്നിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ പോസ്റ്റൽ ചാർജ് വളരെ കുറച്ച് മാത്രമേ ആവുകയുള്ളൂ. 10 പുസ്തകമൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ 10 പുസ്തകത്തിനും കൂടി 100-150 രൂപയെ പോസ്റ്റൽ ചാർജ് ആവുകയുള്ളൂ. അങ്ങനെ ഓർഡർ ചെയ്യാൻ കഴിയുന്നവർ ആ രീതിയിൽ പറയാനായി പരിശ്രമിക്കുക. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.